ജഗദീഷ് ചേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു അവാർഡ് നൈറ്റിന്. അന്നേരം നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അദ്ദേഹത്തിന്റെ കൂടെയാണ് ചെയ്യുന്നത്, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പക്ഷെ നമ്മളെ കെയർ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, അതുപോലെ ഒരുപാട് തവണ നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച്. ഇപ്പം ജഗദീഷ് ചേട്ടന് ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ടാൽ മതി, ഓക്കെ നമുക്ക് സ്കിറ്റ് റെഡി ആയെന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. പക്ഷെ കൂടെ നിന്ന് നമ്മളെ കംഫോർട്ടാക്കി ഒരുപാട് തവണ റിഹേഴ്സൽ ചെയ്തിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറിയത്. അപ്പം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. പ്രൊഫസർ ഒക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണേ. ഒരു അച്ഛനും മകനും ഒരു മരുഭൂമിന്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയി. മകന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്, വേറൊന്നുമില്ല. അവരെങ്ങനെ രക്ഷപ്പെടും? ഓക്കെ, മരുഭൂമിയില് അല്ലേ, ഇങ്ങനെ മുട്ടായി മാത്രമായിട്ടുള്ള ഈ അച്ഛനും മകനും അവർ രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവര് രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ഇതെന്തിനു റിസർവ് ചെയ്ത് വെച്ചു ഈ മുട്ടായി? അങ്ങനെ മണ്ടത്തരം കാണിച്ച അച്ഛനും മകനും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഈ പെടുന്നതിന് മുമ്പ് മുട്ടായി എങ്കിലും കഴിക്കായിരുന്നു. ഇപ്പൊ ഈ മുട്ടായി വെച്ച് എന്തിനു രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച എന്തിനാണ്? ഇവരോട് എനിക്ക് യോജിപ്പില്ല. അത് പറഞ്ഞിട്ട് കാര്യമല്ലേ, രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഐഡിയ? എന്നാലും നിങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് പറയാണ്, ഇങ്ങനെയുള്ള അവസരത്തിൽ മുട്ടായി കയ്യിലുണ്ടെങ്കിൽ നേരത്തെ കഴിച്ചോണം. ആ മുട്ടായി തിന്നുമ്പോ സന്തോഷവാനായി ആ വാനിലിക്കാർ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ലേ? ഒരു കാര്യമുണ്ട്, ആ മറുപടി അതിലും ഒരു ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. സന്തോഷവാനായില്ലേ? അപ്പൊ സന്തോഷവാൻ ആരായി? അച്ഛനോ മകനോ? മകനാണ് സന്തോഷവാനായത്. അച്ഛനോ? അച്ഛന്റെ കാര്യം അതാണ്. അച്ഛനെ മറക്കുന്നു നിങ്ങൾ. അതല്ലല്ല, നിങ്ങൾ അച്ഛനെ മറക്കുന്നു. സന്തോഷവാനായി അവിടെ വരേണ്ടത് സന്തോഷവാന്മാരായി എന്നാണ്. സന്തോഷവാന്മാരായി അവിടെ മിസ്റ്റേക്ക്, അടിസ്ഥാനപരമായ മിസ്റ്റേക്ക്. അവിടെ അച്ഛനെ മകനെ മാത്രം, മകനോട് ചിലപ്പോൾ പ്രേമം കാണുമായിരിക്കും, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ അച്ഛനെ എന്തിനു ഒഴിവാക്കുന്നു? നോ, അത് ശരിയല്ല, അത് ശരിയല്ല. അച്ഛനും മകനും സന്തോഷവാന്മാരായിരിക്കണം. അതാണ് ഒരു സമൂഹത്തിനുള്ള നമുക്ക് നൽകേണ്ട സന്ദേശം. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ചേട്ടൻ നയൻതാരയും അതുപോലെ ഐശ്വര്യയും കൂടി ഒരു വള്ളത്തിൽ പോകുന്നു. വള്ളം മുങ്ങി. ഈ രണ്ടുപേരിൽ ആരെ പിടിച്ചു കയറ്റും? ആർക്കാദ്യം കൈയെടുക്കുന്നത് പ്രശ്നമല്ല. 2 പ്രശസ്തരായിട്ടുള്ള കലാകാരികൾ മുങ്ങുന്നതിന്റെ കൂടെ ഞാനും മുങ്ങും. അതാണ് എന്റെ എനിക്കങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. 2 യുവതികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ജഗദീഷ് എന്തിന് ജീവിച്ചിരിക്കുന്നു? ഇവിടെ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും വീഗം തീപ്പൊരി പെന്നി എന്ന് പറഞ്ഞ 2 പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സാർ രണ്ടും ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു രണ്ടിലും. എനിക്കൊരു കോമഡി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചോദ്യം ചോദിക്കാനുണ്ട്. എടാ, ഇവിടെ നടക്കുന്നത് എന്താണെന്നോ? ഒരു അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്, ഒരു മാവും ഉണ്ട്. മാവുമ്മേല് 3 മാങ്ങ. അമ്മൂമ്മ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ 1 വീണ്, തിരിച്ചു വന്നപ്പോ 2 വീണ്. മാത്തേൽ എത്ര മാങ്ങയുണ്ട്? അമ്മൂമ്മയൊക്കെ വീണേന് മാങ്ങയുടെ കണക്ക്. വേറൊരു കാര്യമുണ്ട്, അമ്മൂമ്മ വീണതിനെ കുറിച്ച് രക്ഷിച്ച് അമ്മൂമ്മ ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. ഈ മാങ്ങയുടെ എണ്ണം പറഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴും കൊതി മാങ്ങയിലാണ്. അമ്മൂമ്മയെ രക്ഷപ്പെടുത്താൻ നോക്ക്. അമ്മൂമ്മ രക്ഷപ്പെടുത്താൻ ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്, ആംബുലൻസ്.